ഭദ്രതയില്ലാത്തവർ നാടിനെ നന്നാക്കിയാലൊന്നും നന്നാകാൻ പോണില്ല. അടിയല്ലേ സതീശന് കയറണമെന്നും പറഞ്ഞ് സതീശൻ. നല്ലൊരു മാന്യത ആരാണ്? ഗണേഷ് കുമാറാണോ അത് രാഹുൽ മാങ്കുട്ടൻ എന്നാണോ? മാന്യം എന്ന് പറയണേ നേതാവ് ഉദ്ദേശിക്കില്ല, മാന്യൻ. എല്ലാരും പകൽ മാന്യന്മാരല്ലേ. എം എം മണിയുടെ കാര്യം പറയാതിരിക്കുന്നേ. കുത്തിക്കൊന്നും കൊന്നത് അവിടെ, വെട്ടിക്കൊന്നും മറ്റത് ചെയ്തും മറിച്ചത് ചെയ്യും. എന്താ പറയുള്ളത്? കൊച്ചിയിലേക്ക് മോദി വരികയാണ്, നമ്മളെ പ്രധാനമന്ത്രി വരികയാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. ഞാൻ രാഷ്ട്രീയം വെച്ചല്ല പറഞ്ഞത്. ബി ജെ പി വർദ്ധിക്കുന്നതിന്റെ കാര്യമല്ല. പക്ഷെ എനിക്ക് ആ വ്യക്തി എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അയാളുടെ ചില കാര്യങ്ങളൊക്കെ നല്ല മോട്ടിവേഷനാണ്. പുള്ളിയുടെ ആ രീതികളും. ഞാൻ അങ്ങനെ എനിക്ക് പ്രത്യേക രാഷ്ട്രീയം പറയാൻ പറ്റില്ലല്ലോ. 10 വർഷത്തെ പിണറായി വിജയന്റെ കേരളം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ പോകുന്നത് എല്ലാവരും. പിന്നെ പാർട്ടിയല്ലേ മോനെ, പലരും പല രീതികൾ പറയും. അല്ല, ഇപ്പൊ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിൽ നിന്ന് പറയുന്ന ആരാ? ഗണേഷ് കുമാറിനെ കുറിച്ചിട്ട് ചേച്ചിക്ക് എന്താ പറയുള്ളത്? ഗണേഷ് കുമാറിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ഈ മരം ചാടി നടക്കുന്ന കുരങ്ങനെ പോലെ അപ്പുറം ചാടി ഇപ്പുറം ചാടി കാര്യങ്ങളെല്ലാം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കണമെന്നുള്ള ആ ഒരു പരിവേശത്തിൽ പുള്ളി അങ്ങ് നടക്കുന്നതേ ഉള്ളൂ. ഒരു നല്ല ഗതാഗത മന്ത്രിയാണോ? കുഴപ്പമില്ല. വ്യക്തി എന്ന നിലയിൽ മോശമാണ്. വ്യക്തി എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പുറകിലുണ്ടല്ലോ, മാധ്യമങ്ങൾ കൂടിയൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ. പക്ഷെ ഇപ്പം മനുഷ്യൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പം പുള്ളിക്കാരന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാര്യം ഇരട്ടച്ചങ്കനായ പിണറായിയുടെ അടുത്ത് പണിയൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായി. അതാണ് കാര്യം. അല്ല, ഇപ്പോലെ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ ഗണേഷ് കുമാർ പറയണേ, നിലവിലൊരു ഭാര്യ ഉണ്ടായിട്ട് കൂടി 5000 പ്രണയങ്ങൾ എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അത് സാധാരണ മനുഷ്യന് പറ്റുന്ന കാര്യമാണ്? അല്ല, ഒരിക്കലും അല്ല. പ്രണയം എല്ലാവർക്കും ഉണ്ടാവും. സാധാരണ ഒരു പെണ്ണ് കെട്ടുന്നതിന് മുമ്പും ചിലപ്പോൾ പ്രണയിച്ചിരിക്കും ഒക്കെ ചെയ്യും. പക്ഷെ ഒരു പെണ്ണ് കെട്ടിയ പ്രണയങ്ങളെല്ലാം കഴിഞ്ഞ് അവരുടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഭദ്രതയാണോ എന്ന് നോക്കുക. അങ്ങനെ ഭദ്രതയില്ലാത്തവർ നാടിനെ നന്നാക്കിയാലൊന്നും നന്നാകാൻ പോണില്ല. ഇല്ലേ മോനെ? പത്തനാപുരത്തെ ജനങ്ങൾ ഗണേഷ് കുമാറിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെല്ലാരും എന്നെ ഭയങ്കര ഒരു നേതാവ് എന്ന നിലയിൽ, ഭയങ്കര ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് കാണുന്നത് ഗണേഷ് കുമാർ തന്നെ പറയുന്നു. അത് നമ്മൾ പത്തനാപുരത്തല്ല, നമ്മൾ എറണാകുളത്തല്ലേ. കേൾക്കുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പത്തനാപുരത്തെ ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷം ചിലപ്പോൾ ശരിയായിരിക്കും. നമ്മൾ പത്തനാപുരത്ത് പോകുന്നുമില്ല, കാണുന്നുമില്ല. ഇങ്ങനെ കേൾക്കുന്നത് അറിയുന്നെന്ന് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് വ്യക്തിപരമായി അവരെ അടുത്തറിയാൻ പറ്റാത്തൊരു ഇതാണ്. പിന്നെ മാധ്യമങ്ങൾ കൂടി നമ്മൾ അറിയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സപ്പോസ് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരിക? അതിനവരുടെ അടിയല്ലേ സതീശന് കയറണമെന്നും പറഞ്ഞ് സതീശൻ. അങ്ങനെ അവര് തമ്മി തല്ലുക, ആര് കയറും ആര് കയറുണ്ടെന്നും പറഞ്ഞു. ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറാണോ രാഹുൽ മാങ്കൂട്ടത്തിലാണോ മാനി? നല്ല ടഫ് ക്വസ്റ്റ്യൻ. രാഹുൽ മാങ്കൂട്ടം ഓർ ഗണേഷ് കുമാർ? മാനിയായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടം എന്ന് വെച്ചാൽ ചെയ്തത് പക്ഷെ ഫ്ലാഷ് ആയിപ്പോയി. രഹസ്യമായിട്ട് ഒരുപാട് കാണിക്കുന്നുണ്ട് അതിനൊക്കെ. പക്ഷെ പിടി വീഴുമെന്ന് ഓർത്തില്ല, അതാണ് പറ്റിപ്പോയത്. പിന്നെ ഗണേഷ് കുമാർ എന്ന് വെച്ചാൽ പരസ്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കും ഉണ്ടാവും കാര്യങ്ങളൊക്കെ. ആരും പുറത്തു പറയാത്തത് എന്താണ്? അവർക്കും താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കും. അതെ. ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും. നല്ലൊരു മാന്യത ആരാണ്? ഗണേഷ് കുമാറാണോ അത് രാഹുൽ മാങ്കുട്ടൻ എന്നാണോ? മാന്യം എന്ന് പറയണേ നേതാവ് ഉദ്ദേശിക്കില്ല, മാന്യൻ. എല്ലാരും പകൽ മാന്യന്മാരല്ലേ. അവർക്കെല്ലാം ഒരേ മുഖംമൂടികളുണ്ട് മോനെ. അടുത്ത തവണ ഇപ്പൊ 2 മാസത്തിനുള്ള ഇലക്ഷൻ വരുവാണ്. അപ്പൊ അടുത്ത തവണ ആര് ഭരണത്തിൽ വരണം ചോദിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് LDF തന്നെ വരണം. പിണറായി തന്നെ ഭരിക്കട്ടേന്നേ. പിണറായിയുടെ ഭരണത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ അല്ലേ ഒരു ഗവൺമെന്റ് ജോലിക്ക് 70 വയസ്സ് വരെ 60 വയസ്സ് വരെ എന്നാണ് റിട്ടയർമെന്റ് ഏജ്. പിണറായിക്ക് വയസ്സ് എത്രയായി? കുറച്ച് പ്രായം അധികമായി. അപ്പൊ അടുത്ത ഒരു വേറെ യുവാവിന് അല്ലെങ്കിൽ ഒരു ഭരണ കൈമാറ്റം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? അതുണ്ട്. ചെറുപ്പക്കാര് വന്നു കഴിഞ്ഞാൽ അതിന്റെ രീതിക്കുള്ളതിനനുസരിച്ച് അവര് പ്രായമുള്ളവർ മാറിക്കൊടുക്കണം എന്നുള്ളവരാണ് എൻ്റെ ആഗ്രഹം. പിണറായി ഭരിക്കരുത് ആഗ്രഹിക്കില്ലേ? പിണറായി ഭരിക്കരുതെന്ന് ആഗ്രഹിക്കില്ലേ? പിണറായി ഭരിക്കരുതെന്നായിരിക്കും. കഴിവുണ്ടെങ്കിൽ ഭരിക്കട്ടെ. പ്രായത്തെ ഒന്നും നോക്കണ്ട. അയാൾക്ക് പിൻബലം ഉണ്ടെങ്കിൽ ഭരിക്കട്ടെ. അയാൾക്ക് താങ്ങാൻ ആളുണ്ടെങ്കിൽ വെറുതെ യാത്ര ചെയ്താൽ മതിയല്ലോ. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ബാക്കി മന്ത്രിമാരൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യ മന്ത്രി വീണ ജോർജിനെ കുറിച്ച് എന്താ പറയുള്ളത്? വീണ ജോർജിനെ എനിക്കിഷ്ടമല്ല. രാഷ്ട്രീയത്തെക്കാൾ ഉപരി നല്ലൊരു അഭിനേത്രിയാന്ന് പറയുന്നത്. അതെ. കണ്ടില്ല കഴിഞ്ഞ ദിവസം എവിടെയോ ആരോ ഒന്ന് പെടലി ഒരു ഷോൾഡറും ഒക്കെ ഇട്ടുകൊണ്ട് കിടക്കണുണ്ടായി. എങ്ങും തൊട്ടത് പോലും ഇല്ല. പെടലിക്ക് കോളറൊക്കെ ഇട്ട് ആശുപത്രി കിടപ്പുണ്ടായില്ല. ICUവിലൊക്കെ പോയി കിടന്നു.
ഇപ്പൊ ശൈലജ ടീച്ചർ ഓർ വീണ ജോർജ് പറഞ്ഞ ആരായിരിക്കും നല്ലത്? ശൈലജ ആ ശൈലജ ടീച്ചറായിരുന്നു നല്ലത്. ശിവൻകുട്ടി മിനിസ്റ്റർ എങ്ങനെയുണ്ട്? വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഉള്ളതുപോലെ അശേഷം വിവരമില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് സംസാരിക്കുന്ന എങ്ങനെയാന്ന് എന്താണെന്ന് ഒരു ശാലം വിവരമില്ല. വിവരം വേണ്ടേ? ഈ സർക്കാർ ജോലിക്കില്ലേ കുറെ പരീക്ഷകളൊക്കെ എഴുതിയിട്ടേ, പക്ഷെ മന്ത്രിമാർക്ക് വല്ല പരീക്ഷകളൊന്നുമില്ല. കുറച്ച് കള്ളവോട്ടോ അല്ലെ വേറെ എന്തെങ്കിലും കിട്ടിയാലും മന്ത്രിയായി, അങ്ങനല്ലേ? അങ്ങനെ ആയതാണോ ശിവൻകുട്ടി? അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മോനെ, പറയാൻ പറ്റില്ല. എങ്ങനെയാണ് കുറച്ചെങ്കിലും നല്ല മന്ത്രിയായിട്ട് തോന്നിയ രാജീവ് പക്ക നല്ല മനുഷ്യനാണ് പി രാജീവ്. അയാൾക്ക് എന്ത് കാര്യങ്ങൾ എന്ത് പറയണമെന്ന് അത് അളന്ന് തൂക്കി സംസാരിക്കും. പക്ഷെ അത് കുറേയൊക്കെ പുള്ളിക്കാരൻ നടപ്പിലാക്കുന്നുമുണ്ട്. നല്ല മനുഷ്യനാണ്. മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് എങ്ങനെയുണ്ടായിരുന്നു? അതൊന്നും ഗുണമല്ല. ശൈലജയൊക്കെ നല്ലതായിരുന്നു. എല്ലാത്തിനും തട്ടിക്കളഞ്ഞില്ലേ, പുതിയ ആൾക്കാരെ വെച്ചില്ലേ. എം എം മണിയുടെ കാര്യം പറയാതിരിക്കുന്നേ. കുത്തിക്കൊന്നും വെട്ടിക്കൊന്നും മറ്റത് ചെയ്തും മറിച്ചത് ചെയ്യും. അയാൾക്കും ഈ പറയുന്ന പോലെ എന്താ പറയുന്നതെന്ന് പുള്ളിക്കും അറിയില്ല. ഏത് ചാനലാ മോനെ? ഓൺ എയർ കേരള. ഓൺ എയർ കേരള. ഇതെപ്പോ വരും? കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ നാളെക്കുള്ളിൽ വരും. ഓൺ എയർ കേരള മൊബൈലിൽ കിട്ടുമോ? പേരെന്താ? എൻ്റെ പേര് റാണി. ഓക്കെ.